പവിത്രം സീരിയലിൻ്റെ സീസൺ 2 സ്റ്റോറി കേട്ടാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ സീൻ തുടങ്ങുന്നത് തന്നെ ആ പഴയ ജയിലിലാളിക്കുള്ളിലാണ് വിക്രം. വിക്രം ഇപ്പോഴും അവിടെ തന്നെയാണ് കിടപ്പ്. അവനെ കാണാൻ വരുന്നവരോടൊക്കെ, അത് ശ്രീനി സാറാവട്ടെ ജോസഫ് ഏട്ടനാവട്ടെ എന്തിന് കമലമ്മയോടും മാഷിനോട് പോലും അവൻ ചോദിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, എൻ്റെ വേദ എവിടെയാണെന്ന്. അവരോട് ചോദിച്ചാൽ അവൾക്കെല്ലാവർക്കും ഒരൊറ്റ മറുപടിയുള്ളൂ, വേദ നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്ന്. അവൾക്കൊരു കുഴപ്പമില്ല, ആ ശ്രീകാന്തിനെ പേടിച്ചുകൊണ്ടാണ് അവൾ പുറത്തേക്ക് വരാത്തത് എന്നൊക്കെ പറഞ്ഞ് അവർ വിക്രമിനെ ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷേ വിക്രമിന് അതൊന്നും തന്നെ വിശ്വാസം വന്നില്ല. അങ്ങനെ നീണ്ട 6 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം വിക്രം പുറത്തിറങ്ങുകയാണ്. റിലീസിംഗ് ഡേറ്റിനെങ്കിലും തൻ്റെ വേദ തന്നെ കാണാൻ വരുമെന്ന് അവൻ ഒരുപാടധികം മോഹിച്ചു. പക്ഷേ ജയിലിൽ നിന്നും അവനെ കൂട്ടിക്കൊണ്ടുപോവാൻ വന്നത് സ്വന്തം ചേട്ടനായ വിശ്വനും ഭാര്യ ശ്രീജയും മാത്രമാണ്. അവിടെ ചുറ്റും നോക്കിയിട്ടും വേദയെ കാണാതായപ്പോൾ വിക്രം ചോദിച്ചു, എന്താ വിശ്വേട്ടാ വേദ വരാത്തത് എന്ന്. 6 വർഷം ഞാൻ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ കിടന്നപ്പോഴും ഒരു ദിവസം പോലും അവളെ ഞാൻ ഓർക്കാതിരുന്നിട്ടില്ല. ഇന്നെങ്കിലും അവൾ വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു എന്നൊക്കെ അവൻ വല്ലാത്ത സങ്കടത്തോടുകൂടെ പറയുമ്പോൾ വിശ്വനും ശ്രീജയും അറിയാതങ്ങ് കരഞ്ഞു പോവാണ്. അതെന്താ ശ്രീജയെടുത്തി നിങ്ങൾ കരയുന്നത് എന്ന് വിക്രം ചോദിച്ചപ്പോൾ, വിക്രം നീ ഞങ്ങളോട് ക്ഷമിക്കണം, വേദ എവിടെയാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരുവിധ വിവരവുമില്ല എന്ന സത്യം അവർ വിക്രമിനോടങ്ങ് തുറന്നു പറഞ്ഞു. അത് കേട്ട വിക്രം ശരിക്കും അങ്ങ് ഞെട്ടി. അതെന്താ അങ്ങനെ? ശ്രീകാന്തിന് ശല്യമാവണ്ട എന്ന് വെച്ചിട്ടല്ലേ അവൾ ഇങ്ങോട്ടേക്ക് വരാത്തതെന്ന് അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിരുന്നല്ലോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ വിശ്വൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി കൊടുത്തു. എന്താ വിശ്വേട്ട കാര്യം, എന്നോട് സത്യം പറയാമെന്ന് വിക്രം വാശി പിടിക്കുമ്പോൾ വിശ്വേട്ടൻ പറയുന്നുണ്ട്, അന്നാ മലമുകളിൽ വെച്ച് ചന്ദ്രശേഖരൻ അനിയൻകുട്ടിനെ വധിച്ച ആ ഒരു സംഭവത്തിന് ശേഷം വേദ അവിടെ തലകറങ്ങി വീണതല്ലേ. അതിനുശേഷം മേരി ചേച്ചിയാണ് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. പിന്നീട് അനിയൻകുട്ടിൻ്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൽ തന്നെ വേദ അവിടെ നിന്നും പോയതാണ്. പിന്നീട് ഇന്നുവരെ വേദയെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. ഒരു പക്ഷേ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി കാണുമോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ, ഇല്ല, ഞങ്ങൾ ഒരുപാട് തവണ അവിടെ പോയി അന്വേഷിച്ചിരുന്നു, അവൾ അവിടെ എത്തിയിട്ടില്ലെന്ന അവളുടെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോഴാണ് വിക്രമിന് ശ്രീകാന്തിൻ്റെ മേൽ സംശയം തുടങ്ങുന്നത്. സ്വത്തിനും പണത്തിനും വേണ്ടി എന്തു ചെയ്യാൻ മടിക്കാത്തവനാണ് അവന്. ചിലപ്പോൾ വേദയെ അവൻ എന്തെങ്കിലും അപായപ്പെടുത്തി കാണുമോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ, ഞങ്ങൾക്കും ആ പേടിയുണ്ട്, പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് വേദയുടെ അച്ഛൻ പറയുന്നത് എന്ന് വിശ്വൻ മറുപടി നൽകി. ഇപ്പൊ കമ്പനിയും സ്വത്തുക്കളൊക്കെ ആ ശ്രീകാന്തല്ലേ കൈകാര്യം ചെയ്യുന്നത്. വേദയുടെ അച്ഛന് പോലും അവിടെ യാതൊരുവിധ വിലയുമില്ല. അവ ദർശനെ കൂടി അവൻ്റെ കൂടെ നിർത്തിയിരിക്കുകയാണ്. നിന്റെ കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ അച്ഛൻ ഒരുപാട് തവണ ദർശനെ കാണാൻ ശ്രമിച്ചുവെങ്കിലും അവനൊന്നും കൂട്ടാക്കിയിട്ടില്ല. ശ്രീകാന്ത് എന്തൊക്കെയോ നുണങ്ങൾ പറഞ്ഞ് അവനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. വേദ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടായേനെ. പക്ഷേ വേദ ഇപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലല്ലോ എന്ന് വിശ്വം പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്ന വിക്രമിന് ആകെ ടെൻഷനായി. 6 വർഷമായിട്ടും അവളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് പറയുമ്പോൾ എനിക്കെങ്ങനെ സമാധാനമായി ഇരിക്കാൻ കഴിയുമെന്ന് അവൻ ചോദിച്ചു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തിരുന്നു. ഞങ്ങൾക്കറിയാവുന്ന അവളുടെ കൂട്ടുകാരികളൊക്കെ അടുത്തും ബന്ധു വീട്ടിലൊക്കെ അന്വേഷിച്ചു. പക്ഷേ യാതൊരുവിധ വിവരവും കിട്ടിയില്ല. ഒരു പക്ഷേ ശ്രീകാന്ത് അവളെ അന്വേഷിച്ച് വരുമെന്ന് പേടിച്ചുകൊണ്ടായിരിക്കും അവൾ എവിടെയെങ്കിലും മാറി നിൽക്കുന്നത് എന്ന് ശ്രീജേടത്തി പറഞ്ഞു. അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ, അവൾക്ക് ഒരു അപകടവും സംഭവിക്കില്ല. എവിടെയെങ്കിലും അവൾ സുരക്ഷിതമായിട്ടിരിക്കുന്നുണ്ടാവും. നീ റിലീസായി എന്നറിയുമ്പോൾ അവൾ തീർച്ചയായിട്ടും മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞ് അവർ അവനെ ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. എങ്കിലും വിക്രമിനൊട്ടും തന്നെ സമാധാനം കിട്ടുന്നില്ല. അവൻ പെട്ടെന്ന് വിശ്വേട്ടനോട് ബൈക്കിൻ്റെ ചാവി ഇങ്ങോട്ടേക്ക് തരാൻ പറഞ്ഞു. എങ്ങോട്ടേക്കാ നീ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്കൊരാളെ കാണണം, ഞാൻ നേരെ ശ്രീകാന്തിനെ കാണാനാ പോകുന്നത് എന്ന് പറയും. എൻ്റെ വേദയോട് അവൻ എന്താണ് ചെയ്തത് എന്ന് എനിക്കവനോട് നേരിട്ട് തന്നെ ചോദിക്കണമെന്ന് പറയാണ് വിക്രം. വേണ്ട വിക്രം, നീ ഇപ്പോഴാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത്. ഇനി നീ പോയിട്ട് വലിയ കേസിലും പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുത് എന്ന് അവരൊക്കെ വിലക്കുന്നുണ്ടെങ്കിലും അവനത് കേൾക്കാനൊന്നും തയ്യാറായില്ല. വിഷുവിൻ്റെ കയ്യിൽ നിന്ന് ബൈക്കിൻ്റെ താക്കോലും വാങ്ങിച്ച് വിക്രം നേരെ പോയത് വേദയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ തന്നെ വാതിൽ തുറന്നു നോക്കുന്നത് ശ്രീകാന്ത് ആയിരിക്കും. എന്താടാ നീ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയോ എന്നൊക്കെ ചോദിക്കും. ഇത് ജയിൽ പുള്ളിക്ക് വരാനുള്ള വീടല്ല എന്ന് ശ്രീകാന്ത് പുച്ഛത്തോടെ പറയുമ്പോൾ, അതേടാ, ഞാൻ ഇത്രകാലം ജയിലിലായിരുന്നു, പക്ഷേ നീയാണ് ആ കൊലപാതകം ചെയ്തിരുന്നെങ്കിലും നീയും എന്നെ ജയിൽ പുള്ളി അയനേ എന്നൊക്കെ വിക്രം തിരിച്ചടിച്ചു. ഞാൻ നിന്നോട് തർക്കിക്കാനൊന്നും വന്നതല്ല. എൻ്റെ വേദ എവിടെയാണെന്ന് അവൻ ദേഷ്യത്തോട് ചോദിക്കണേ. വേദയോ അവൾ എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാനാ? നിന്റെ കൂടെ താമസിച്ചിരുന്ന നിന്റെ ഭാര്യ എവിടെ പോയി എന്ന് നീ എന്തിനാ എന്നോട് വന്ന് ചോദിക്കുന്നത് എന്ന് ശ്രീകാന്ത് തിരിച്ചു ചോദിച്ചു. അന്ന് അവിടെ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. അവിടെ വെച്ചാണ് അവളെ കാണാതായത്. സത്യം പറയടാ, നീ അവളെ എന്തെങ്കിലും അപായപ്പെടുത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ വിക്രം ശ്രീകാന്തിൻ്റെ ഷർട്ടിൻ്റെ കോളറിനങ്ങ് കയറി പിടിച്ചു. പെട്ടെന്നാണ് വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ വേദയുടെ അമ്മയുടെ മാലയിട്ടൊരു ചിത്രം കാണുന്നത്. പത്മത്തിൻ്റെ ആ ഒരു ചിത്രം കണ്ടപ്പോൾ അവൻ പതുക്കെ കോളറിൻ്റെ പിടിവിട്ടു.
അപ്പോഴേക്കും വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് വരികയാണ്. വിക്രം, നീ എപ്പോഴാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഇന്ന് രാവിലെയാണ് അച്ഛാ എന്ന് അവൻ മറുപടി പറഞ്ഞു. അച്ഛാ, വേദയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ ഇല്ല മോനെ, ഞങ്ങളും അവളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അച്ഛൻ മറുപടി നൽകി. അച്ഛാ, എനിക്ക് ഇവരെയാണ് ഏറ്റവും കൂടുതൽ സംശയമെന്ന് ശ്രീകാന്തിനെ നോക്കി പറയാണ് വിക്രം. പണത്തിനും സ്വത്തിനും വേണ്ടി വേദയും എന്നെയും ഇവനല്ലേ ചതിച്ചത്? ഇവൻ അവളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയാണ് വിക്രം. ആ സംശയം എനിക്കുമുണ്ട് മോനെ. കമ്പനിയുടെ ഷെയറുകൾ ഇവന് എഴുതി കൊടുക്കാൻ വേണ്ടി വേദയെ കൊണ്ട് ബലമായി മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിക്കുന്ന സമയത്തല്ലേ അനിയൻകുട്ടൻ്റെ വെടിയേറ്റത് എന്നൊക്കെ ഓർത്തെടുക്കുകയാണ്. അതേടാ, ഞാൻ അവളെ തിരക്കി നടക്കുവാണ്. അവളെങ്ങാനും എൻ്റെ കൺമുന്നിൽ പെട്ടിരുന്നുവെങ്കിൽ ഞാൻ അവളെ അന്ന് തന്നെ കൊന്നേനെ എന്ന് ശ്രീകാന്ത് ദേഷ്യത്തോടെ പറഞ്ഞു. ആ സമയത്ത് ജി സർ അങ്ങോട്ടേക്ക് വരികയും ശ്രീകാന്ത് എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്തു. സത്യം പറയടാ, എൻ്റെ വേദയുടെ എന്ന് വിക്രം വീണ്ടും ചോദിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഭാര്യ എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞു. നോക്കിക്കോ, നീ കാരണം അവൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നിട്ടുണ്ട് എന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ പിന്നെ നീ ഈ ഭൂമിയിൽ ജീവനോടെ കാണില്ല. ഒരു തവണ ജയിലിൽ കിടന്ന് എനിക്ക് ഇനിയും ജയിലിൽ പോകാൻ യാതൊരുവിധ പേടിയുമില്ല. എൻ്റെ ഭാര്യയെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പച്ചക്ക് കത്തിക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടായിരിക്കട്ടെ വിക്രം അവിടെ നിന്നും ഇറങ്ങുന്നത്. വിക്രം അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്ത് ജഡ്ജി സർ അവനോട് പറയുന്നുണ്ട്, മോനെ, നിന്നെ ജയിലിൽ നിന്നും ഇറക്കാൻ ഞാൻ ഒരുപാടധികം ശ്രമിച്ചതാണ്. പക്ഷേ നീ കോടതിയിൽ കയറി ഒരിക്കലും നിനക്ക് അനുകൂലമായി ഒന്നും സംസാരിച്ചില്ലല്ലോ. സാരമില്ല സാറേ, അനുഭവിക്കാനുള്ളത് ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. എനിക്കിപ്പോൾ ഒരൊറ്റ കാര്യത്തിലേ ടെൻഷനുള്ളൂ, എൻ്റെ വേദിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രം. അവൾക്കൊരു ആപത്തും വരരുതേ എന്ന് മാത്രമാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്ന് അവൻ വിഷമത്തോടെ പറഞ്ഞു. അവൾക്കൊന്നും വരില്ല മോനെ, അവൾ എവിടെയെങ്കിലും സുരക്ഷിതമായി ഇരിക്കുന്നുണ്ടാവും. നീ ഇറങ്ങിയെന്നറിയുമ്പോൾ അവൾ തീർച്ചയായിട്ടും നിന്നെ കാണാൻ വേണ്ടി മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ അവനെ ആശ്വസിപ്പിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വേദ എങ്ങാനും പുറത്തു വന്നു കഴിഞ്ഞാൽ അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. കാരണം അവൾ ജീവിച്ചിരുന്നാൽ ആ കമ്പനിയുടെ അവകാശങ്ങളെല്ലാം തന്നെ അവൾക്ക് വന്നു ചേരും. അവൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളാണ് അതിൻ്റെ പിന്തുടർച്ച അവകാശമുള്ളത്. അതെല്ലാം എഴുതി വെച്ചിട്ടുള്ളതുമാണ്. അങ്ങനെയാണെങ്കിൽ വിക്രമിനെയും അതിൻ്റെ ഷെയർ കിട്ടും. പിന്നെ തനിക്കൊന്നും കിട്ടില്ല. ഇത്രകാലം നോക്കി നടന്നിയ താൻ വെറുമൊരു കെയർ ടേക്കർ മാത്രമായി പോകുമെന്നൊക്കെ ശ്രീകാന്ത് അങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. അതിനുശേഷമാണ് കഥ നേരെ വേദയിലേക്ക് മാറുന്നത്. 6 വർഷം വിക്രം ജയിലിൽ കിടന്ന ആ ഒരു സമയത്ത് വേദയുടെ ജീവിതത്തിൽ ഒരുപാടധികം വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു. അന്ന് അവിടെ നിന്ന് ട്രെയിൻ കയറി അവൾ നേരെ ചെന്നിറങ്ങിയത് മറ്റൊരിടത്തേക്കാണ്. അവിടെ ഡോക്ടർ ഇഷിതയുടെ സഹായത്തോടു കൂടി വേദ ഒരു മിടുക്കിയായ പെൺകുഞ്ഞിന് ജന്മം നൽകി. പിന്നീട് അവൾ തൻ്റെ പഠനം തുടരുകയും IPS എടുത്ത് ഒരു IAS പദവിയിലേക്ക്, അതായത് ഒരു കളക്ടറായി മാറുകയും ചെയ്തു. ഇപ്പോൾ വേദയും മോളും താമസിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. അവിടെ കളക്ടറായി ജോലി ചെയ്യുന്ന വേദയുടെ കൂടെ ഒരു ആയയുമുണ്ട്. വീട്ടുകാര്യങ്ങൾ നോക്കാനും കുഞ്ഞിനെ നോക്കാനുമായിട്ടാണ് ആ ആയ നിൽക്കുന്നത്. കുഞ്ഞ് നല്ല മിടുക്കി കുട്ടിയാണ്. കൂട്ടത്തിൽ ഇത്തിരി കുസൃതിയുമുണ്ട്. മോള് സ്കൂളിൽ പോകുമ്പോൾ അവിടെയുള്ള മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നത് പതിവായി. അങ്ങനെ ഒരു ദിവസം ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയുമായി വീട്ടിലേക്ക് വരികയാണ്. വേദയുടെ മകളാണെന്നും കളക്ടറുടെ കൊച്ചാണെന്നൊക്കെ അവർക്കറിയാം. എന്നാലും അവൾ ചെയ്യുന്ന കുരുത്തക്കേടുകൾ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് അവർ സ്കൂളിലെ ടീച്ചർമാർ വഴി പരാതിയുമായിട്ട് വന്നത്. എന്താ പ്രശ്നമെന്ന് ആയ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇന്ന് സ്കൂളിൽ വെച്ച് മോള് കുട്ടിയെ ഉപദ്രവിച്ചു, ഇവളെ അടിക്കുകയും പിച്ചുകയും ഒക്കെ ചെയ്തു എന്ന്. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് അവർ പറഞ്ഞു. മാഡം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ വലിയ പരാതിക്കൊന്നും പോകാത്തത്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് അവൾ എൻ്റെ മോളെ ആക്രമിക്കുന്നത് എന്നൊക്കെ അവർ പറയുന്ന സമയത്ത് തന്നെ മാഡം ജോലി കഴിഞ്ഞു വരുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറയാമെന്ന് ആയ അവരോട് പറഞ്ഞു. അവർ പോയതിനു ശേഷം ആയ മോളെ വിളിച്ച് കാര്യം തിരക്കി. എന്താ മോളെ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്നെ സ്കൂളിൽ എല്ലാവരും കളിയാക്കുകയാണ്. എനിക്ക് അച്ഛനില്ല എന്നാണ് അവരെല്ലാവരും പറഞ്ഞ് കളിയാക്കുന്നത്. പാരൻസ് മീറ്റിങ്ങിനൊക്കെ എൻ്റെ അമ്മ മാത്രമല്ലേ വരാറുള്ളൂ. പറ ആൻറ്റി, ഞാൻ അച്ഛനില്ലാത്ത കുട്ടിയാണോ? എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവരെന്നെ കളിയാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞങ്ങ് പൊട്ടിക്കറിയാണ്. ആ കുഞ്ഞിന് തൻ്റെ അച്ഛൻ്റെ സ്നേഹം, അതായത് വിക്രമിൻ്റെ സ്നേഹം ഇന്ന് വരെ കിട്ടിയിട്ടില്ലല്ലോ എന്നോർക്കുമ്പോഴേക്കും ആയക്കും വല്ലാത്ത സങ്കടം തോന്നി. വേദ ഇന്നുവരെ അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും ആ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ടില്ല. ആ സമയത്താണ് വേദ ജോലി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. കുഞ്ഞിനെക്കുറിച്ചുള്ള പരാതികൾ ഇതിനു മുൻപും കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ വേദ നല്ല ദേഷ്യത്തിലാണ് വരുന്നത്. അവൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ വേദ വരുമ്പോൾ ആയ പറയുന്നുണ്ട്, മോൾ അകത്തുണ്ട് മാഡം, അവളെ തല്ലാനൊന്നും പോകരുത് എന്നൊക്കെ പറയും. പിന്നെ അവൾ സ്കൂളിൽ പോയി മറ്റു കുട്ടികളെ തല്ലാനാണോ ഞാൻ അവളെ പഠിപ്പിക്കാൻ വരുന്നത്? അവൾ അവിടെ ചെന്ന് വലിയ ചട്ടമ്പിയാവാനാണോ അവളുടെ ഭാവം എന്നൊക്കെ ചോദിച്ച് വേദ ദേഷ്യപ്പെട്ടു. അപ്പോൾ ആയ കാര്യങ്ങളെല്ലാം വേദയോട് പറഞ്ഞു. മോൾ വെറുതെ ദേഷ്യപ്പെട്ടതൊന്നുമല്ല, സ്കൂളിൽ ചെല്ലുമ്പോൾ അവൾക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കുട്ടികളെല്ലാം തന്നെ അവളെ കളിയാക്കുന്നത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. ആ കുഞ്ഞിൻ്റെ സംശയം ന്യായമല്ലേ? ഇന്നുവരെ അവൾ അവളുടെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ എന്ന് ആയ ചോദിച്ചു. ഇതിനിടയിലാണ് വേദയ്ക്ക് പുതിയൊരു ട്രാൻസ്ഫർ ഓർഡർ വരുന്നത്. അത് കേരളത്തിലേക്കാണ് എന്നറിയുമ്പോൾ തന്നെ വേദയ്ക്ക് നല്ല വിഷമമുണ്ട്.
എന്താ മോളെ മുഖത്തൊരു സങ്കടമെന്ന് ആയ ചോദിക്കുമ്പോൾ എനിക്ക് കേരളത്തിലേക്ക് ട്രാൻസ്ഫറായി എന്ന് പറയാണ്. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത നാടാണത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാടധികം പരാജയങ്ങൾ സംഭവിച്ച, ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടില്ലാത്ത ഒരു സ്ഥലമാണത് എന്നൊക്കെ വേദ പറഞ്ഞു. അന്നേരം ആയ അവളെ ഉപദേശിക്കുകയാണ്. മോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകണം. അവിടെ ചെന്നാൽ മോളുടെ ബന്ധുക്കളെയും അച്ഛനെയും അമ്മയും ഭർത്താവിനെയും ഒക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ മോളുടെ എല്ലാ സങ്കടങ്ങളും മാറും. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം വളരെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ആയ വേദയെ ആശ്വസിപ്പിച്ചു. വേദപതിയെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞു പേടിച്ചിരിക്കുകയാണ്. അമ്മ വഴക്ക് പറയുമോ എന്ന് കരുതി മോൾ ഇനി സ്കൂളിലേക്ക് പോകുന്നൊന്നുമില്ല. എല്ലാവരും എന്നെ കളിയാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു പറയുമ്പോൾ മോൾ ഇനി ആ സ്കൂളിലേക്ക് പോവണ്ട, നമ്മൾ ഇനി വേറൊരു നാട്ടിലേക്ക് താമസിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയാണ് വേദ. കേരളത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് കേട്ടപ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി. അവിടെ ചെന്നാൽ എൻ്റെ മോളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം അമ്മ തരും. എൻ്റെ മോൾക്ക് അച്ഛനുണ്ട്, എല്ലാവരുമുണ്ട്, ഇനി മോളെ ആരും കളിയാക്കില്ല എന്നൊക്കെ പറഞ്ഞ് വേദ ആ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. പവിത്രം ആദ്യത്തെ സീസണിലേക്ക് കയറാൻ നല്ല കട്ട റൊമാൻസും കട്ട ഫൈറ്റും ഒക്കെ ആയിട്ടുള്ള അടിപൊളി സീൻസൊക്കെ തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.